നടന്മാരായ മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു, ബാലചന്ദ്രമേനോൻ, സിനിമാ പ്രൊഡക്ഷൻ രംഗത്തുള്ള വിച്ചു, നോബിൾ, കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടന നേതാവ് VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയായിരുന്നു ആലുവ സ്വദേശിയായ നടി ലൈംഗിക പീഡന പരാതി നൽകിയത്. 2 ദിവസം മുൻപായിരുന്നു പരാതി പിൻവലിക്കുന്നുവെന്നറിയിച്ച് നടി രംഗത്തെത്തിയത്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ മുൻപോട്ട് വന്നത്. തനിക്കെതിരായ വ്യാജ പോക്സോ കേസടക്കം തെളിയിക്കാൻ ആർക്കും സാധിച്ചില്ലെന്നും താൻ നടത്തിയത് ഒറ്റയാൾ പോരാട്ടമായിരുന്നുവെന്നും സർക്കാരിന്റെയും മാധ്യമങ്ങളുടെയും അടക്കം പിന്തുണ ലഭിക്കാത്തതിനാൽ കേസ് പിൻവലിക്കുകയാണെന്നുമായിരുന്നു നടി പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിൽ ഭർത്താവിന്റെ ആവശ്യപ്രകാരമാണ് കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്ന് നടി അറിയിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു, നിന്റെ കൂടെ ഇനി ആരില്ലെങ്കിൽ ശരി, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങേറ്റം വരെ പോലീസിനോട് സഹകരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാ സഹകരണത്തിനും കൂടെ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. 8 പേർക്കെതിരെ പരാതി നൽകിയ ശേഷമായിരുന്നു ഇവർക്കെതിരെ ബന്ധുവായ പെൺകുട്ടി പോക്സോ കേസ് ആരോപിച്ചത്. കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും എന്തുകൊണ്ടാണ് തന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും നടി ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ ഈ മീഡിയയും ഇല്ല, ആരുമില്ല, എനിക്ക് ജനങ്ങൾ പോലും ഇല്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാം. നിങ്ങൾ ചോദിക്കണം, അവരോട് ചോദിക്കണം, ആ പോക്സോ കേസിന്റെ കാര്യം എന്തായി. 15 വർഷം മുൻപ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം പുറത്തു പറയാതിരുന്നത് ഭീഷണിയെ തുടർന്നാണെന്ന് നടി പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ രേഖാമൂലം പോലീസിന് ലഭിച്ച ആദ്യ പരാതി ആലുവ സ്വദേശിനിയായ നടിയുടേതായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.